ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പേര് വിവേക്. ഞാൻ ഒരു ബിൽഡിംഗ് ഡിസൈനറാണ്. ഒമാനിലെ മസ്കറ്റിലാണ് വർക്ക് ചെയ്യുന്നത്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം എന്തെന്ന് വെച്ചാൽ, നാട്ടിലൊക്കെ വീടുണ്ടാക്കുന്നവർ, പുതുതായി വീട് പണിയുന്നവരൊക്കെ ഒരുപാട് കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്ന ഒരു വിഷയത്തെ കുറിച്ചിട്ടാണ്. വേറെ ഒന്നുമല്ല, നമ്മൾ വീടിന് ഉപയോഗിക്കുന്ന ജനലുകൾ, ഡോറുകൾ ഒക്കെ എന്ത് മെറ്റീരിയൽ കൊണ്ട്, ഇപ്പോൾ മാർക്കറ്റിലൊക്കെ ഒരുപാട് മെറ്റീരിയൽ അവൈലബിൾ ആണ്. വുഡ് ആൻഡ് സ്റ്റീൽ, പിന്നെ ഒട്ടനവധി മെറ്റീരിയൽ അവൈലബിൾ ആണ്. ഞാൻ പ്രധാനമായും എടുക്കാൻ ആഗ്രഹിക്കുന്നത് വുഡനും സ്റ്റീലും തമ്മിലുള്ള ഒരു കമ്പാരിസൺ അല്ലെങ്കിൽ ഒരു വിശകലനമാണ്. എന്തെന്ന് വെച്ചാൽ അതാണ് ഏറ്റവും കൂടുതൽ നമ്മളുടെ ആളുകൾക്ക് പ്രിയം, അതാണ് കൂടുതൽ ഉപയോഗിച്ച് വരുന്നത്. പിന്നെ UPVC പോലത്തെ മെറ്റീരിയലൊക്കെ ഉണ്ട്, അതൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. എന്നാലും ഈ റെസിഡൻഷ്യൽ വീടുകൾക്കൊക്കെ കൂടുതലായിട്ടും ഉപയോഗിച്ച് കണ്ടുവരുന്നത് ഈ സ്റ്റീലിന്റെയും വുഡന്റെയും മെറ്റീരിയൽ ഉപയോഗിച്ചുള്ള ഡോറും വിൻഡോയും ഒക്കെ തന്നെയാണ്. വുഡൻ മെറ്റീരിയൽ അഥവാ മരം കൊണ്ടുണ്ടാക്കുന്ന മെറ്റീരിയലിനെ കുറിച്ച് നമുക്ക് നോക്കാം. നന്നായി സീസണിങ് കഴിഞ്ഞ് എടുക്കാറുള്ള മരം കൊണ്ട് അല്ലെങ്കിൽ തടി കൊണ്ടുള്ള മെറ്റീരിയലുകളാണ് കേരളത്തിന്റെ കാലാവസ്ഥയ്ക്ക് ഏറ്റവും അനുയോജ്യമെന്ന് പൊതുവെ ഒരു വിലയിരുത്തലുണ്ട്. സീസണിങ് എന്ന് കഴിഞ്ഞാൽ ഒരു മരം മുറിച്ച് അതൊരു മെറ്റീരിയൽ ആക്കാൻ അല്ലെങ്കിൽ അതൊരു നിർമ്മാണ വസ്തു ആക്കാൻ എടുക്കുന്ന പ്രക്രിയകളാണ് സീസണിങ് എന്ന് പറയുന്നത്. പലതരത്തിലുള്ള സീസണിങ്ങുകളുണ്ട്. നമ്മളിപ്പോൾ പുഴയിലൊക്കെ തടി കൊണ്ട് ഇറക്കുന്നതും മുളക്കിയെടുക്കുന്നതും ഒക്കെ സീസണിങ്ങിന്റെ ഭാഗമാണ്. കണ്ടിട്ടുണ്ടായിരിക്കും വലിയ പുഴകളിലൊക്കെ ഈ തടി കുറെ കാലം പുഴകളിലൊക്കെ ഇടുന്നതൊക്കെ. അങ്ങനെയൊക്കെയുള്ള സീസണിങ്, അതൊക്കെ സീസണിങ്ങിന്റെ ഭാഗമാണ്, ആ പ്രോസസ്സിന്റെ ഭാഗമാണ്. അപ്പൊ ഈ നന്നായി സീസണിങ് കഴിഞ്ഞിട്ടുള്ള ഒരു മരം ഭയങ്കര ഹാർഡായിരിക്കും. അതിൽ ഈ ചെതലുകളും മറ്റോ ഈ ഇൻസെക്ട്സുകളൊക്കെ വന്നിട്ട് കുത്താനും അത് അടർത്തിയെടുക്കാനുള്ള സാധ്യതകളൊക്കെ വളരെ കുറവാണ്. പിന്നെ ഇപ്പോൾ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ഇപ്പോൾ മാർക്കറ്റ് ഒരു കമ്പോളം ഓപ്പൺ ആയതോട് കൂടിയിട്ട് അത് വലിയൊരു മത്സരം ഈ മേഖലയിലൊക്കെ കടന്നു വന്നതോട് കൂടിയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കി വിൽക്കുന്ന ഒരു പ്രവണത വന്നു വരുന്നുണ്ട്. അപ്പോൾ ഇത് സീസണിങ് നടക്കാത്ത അല്ലെങ്കിൽ കറക്റ്റായി സീസണിങ് നടക്കാത്ത പച്ചയായ മരം എന്നൊക്കെ നമ്മൾ പറയും. അതുകൊണ്ടൊക്കെ മെറ്റീരിയൽ ഉപയോഗിച്ചിട്ട് പെട്ടെന്ന് ചെതൽ വന്നു പോകുന്നതും അത് കുത്തിപ്പോകുന്നു, അതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു തരത്തിലുള്ള പൊടി പുറത്തോട്ട് വന്നിട്ട് അത് നശിച്ചു പോകുന്നതൊക്കെ നമ്മൾ സർവ്വസാധാരണമാണ്. അതൊക്കെ ഈ സീസണിങ്ങിന്റെ കുറവുകൊണ്ട് ഉണ്ടാവുന്നതാണ്. എന്ന് പറഞ്ഞാൽ മരം ഒരു മെറ്റീരിയൽ ആവാൻ വേണ്ടി പാകപ്പെട്ടിട്ടില്ല എന്നാണ് അർത്ഥം. അപ്പൊ ഈ വുഡൻ കൊണ്ടുണ്ടാക്കുന്ന ഫ്രെയിമുകളും ഡോറുകളൊക്കെ നമ്മുടെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമാണ് എന്ന് ഞാൻ മുന്നേ പറഞ്ഞല്ലോ. അപ്പൊ ഈ കാലാവസ്ഥയ്ക്ക് അനുസരിച്ച് ഇതിൽ ചില മാറ്റങ്ങളൊക്കെ വരും. നല്ല വെയിലുകാലത്തും മഴക്കാലത്തും മഞ്ഞുകാലത്തൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, നിങ്ങളുടെ ജനലുകൾക്കും അല്ലെങ്കിൽ വാതിലുകൾക്കും ഒക്കെ ഒരു ടൈറ്റ്നസും അത് അടയാനും തുറക്കാനൊക്കെ ഒരു ബുദ്ധിമുട്ടും, പിന്നെ ചില കാലാവസ്ഥയിലാണെങ്കിൽ അത് ഈസി ആയിട്ട് തുറന്നു പോകുന്നതും ഒക്കെ ആയിട്ടുള്ള അറിയാം. നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ വുഡൻ കൊണ്ടുള്ള ഡോറുകളും കട്ടലുകളും ജനലുകളും ഒക്കെ കുറെ കാലം ഈട് വെക്കുന്നതാണ്. നമ്മൾ പണ്ടത്തെ ഇല്ലങ്ങളും മനകളൊക്കെ കണ്ടിട്ടില്ലേ, അവിടത്തൊക്കെ ഡോറുകൾക്കും വിൻഡോകൾക്കും ഇപ്പോഴും നല്ല ഡിമാൻഡാണ്. ഇപ്പോഴും ഒരു പാടുകളൊന്നും കൂടാതെ ഇരിക്കുന്നത് കാണാം. അപ്പൊ അതുപോലെ നല്ല രീതിയിൽ ശ്രദ്ധിച്ചാൽ തന്നെ കുറെ കാലം ഈട് നിൽക്കുന്നവയാണ്. പിന്നെ ഇത് എളുപ്പത്തിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. നമുക്ക് പെട്ടെന്ന് കൺസ്ട്രക്ഷന്റെ സമയത്തൊക്കെ പെട്ടെന്ന് നമുക്ക് ഉപയോഗിക്കാനും എല്ലാം സിമ്പിൾ ആയിരിക്കും. പിന്നെ ഇത് മാനുഫാക്ചറിങ് ചെയ്തെടുക്കുന്ന തൊഴിലാളികൾ എല്ലാം അവൈലബിൾ ആണ്. ആശാരിമാർ എന്നൊക്കെ പറയുന്നവർ നമ്മുടെ നാട്ടിൻപുറത്ത് തന്നെ ഒരുപാട് അവൈലബിൾ ആണ്. നമുക്കിനി എന്തെങ്കിലും കേടുപാടുകൾ സംഭവിച്ചാൽ തന്നെ നമുക്കത് മെയിൻറ്റെയിൻ ചെയ്ത് എടുക്കാം. പിന്നെയുള്ളത് ഇത് വളരെ സൗന്ദര്യം അല്ലെങ്കിൽ നമ്മുടെ ബിൽഡിങ്ങിന്റെ ഔട്ടർ ലുക്കൊക്കെ ഒന്ന് ഭംഗി പിടിപ്പിക്കാനും അല്ലെങ്കിൽ അതിനൊക്കെ ഉതകുന്ന രീതിയിൽ ഉള്ള ഒരു മെറ്റീരിയലാണ്. ഇതിനെ നമ്മൾക്ക് കളറൊക്കെ മാറ്റിയെടുക്കാം. പല രീതിയിൽ പുറത്തുള്ള കളറൊക്കെ മാറ്റിയെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ സൗന്ദര്യത്തെയും വീടിന്റെ ഒരു ഔട്ടർ ഫിറ്റിനെയും കൂടി ബാധിക്കുന്ന ഒരു സഹായിക്കുന്ന ഒരു ഘടകമാണ് ഈ വുഡൻ മെറ്റീരിയൽ. ഇത് ഉപയോഗിക്കാൻ എളുപ്പമാണെന്ന് നമ്മൾ പറഞ്ഞല്ലോ. അപ്പോൾ ഇത് എപ്പോഴാണ് ഉപയോഗിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ വാളിന്റെയൊക്കെ പണി നടക്കുമ്പോൾ തന്നെ ഉപയോഗിച്ച് പോവുകയാണ് നല്ലത്. പലരും പണിയുടെ അവസാനമൊക്കെ ഉപയോഗിച്ച് കണ്ടിട്ടുണ്ട്. കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ ഏറ്റവും നന്നായി ഇത് നന്നായി കവർ ചെയ്ത് നന്നായി സംരക്ഷിക്കുകയാണെങ്കിൽ പണി നടക്കുമ്പോൾ തന്നെ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത്. എന്തെന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് ലിൻഡലെല്ലാം വന്നു കഴിഞ്ഞാൽ ഇതിനൊരു ഇരുത്തം അല്ലെങ്കിൽ ലോഡെല്ലാം വന്ന് അതൊരു ടൈറ്റ് ആയിട്ട് കിട്ടും. പിന്നീട് അത് ഷേക്ക് ചെയ്യാനോ അല്ലെങ്കിൽ അതിന്റെ സൈഡുകളിൽ ക്രാക്ക് വരാനുള്ള സാധ്യതയൊക്കെ വളരെ കുറവാണ്. അപ്പോൾ പണി നടക്കുന്ന സമയത്ത് തന്നെ ഉപയോഗിക്കുന്നതാണ് നല്ലത്. പക്ഷെ അത് നന്നായി സംരക്ഷിക്കണം. അതിൽ പൊടിയാവാതെയും സിമെന്റ് ആവാതെയും വെള്ളമൊക്കെ ആവാതെ നിങ്ങൾ നന്നായി സംരക്ഷിച്ച് പോരുകയും വേണം. ഇത് ഉപയോഗിക്കുമ്പോൾ ക്ലാമ്പുകളൊക്കെ യഥാവിധി കൊടുക്കുകയും ഇതിന്റെ പ്രൊജക്ഷൻ എല്ലാം നല്ല രീതിയിൽ കൊടുക്കുകയും നമ്മുടെ ബോണ്ടുമായി അല്ലെങ്കിൽ നമ്മുടെ ചുമരുമായി നന്നായി ക്യാച്ച് ചെയ്തിട്ട് ഇരിക്കുന്നുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തുകയും വേണം. സ്റ്റീലിനെ കുറിച്ച് സംസാരിക്കാം. സ്റ്റീൽ ഡോർസും ഫ്രെയിംസും വിൻഡോസും എല്ലാം നമ്മുടെ കൺസ്ട്രക്ഷൻ മേഖലയിൽ ഒരു പുത്തൻ ഉണർവാണ് കൊടുത്തിട്ടുള്ളത്. ഒരു പുത്തൻ സമ്പ്രദായമാണ് തുടങ്ങി വെച്ചിരിക്കുന്നത്. സ്റ്റീലിന്റെ ഡോറിന്റെ ഫ്രെയിംസും വിൻഡോസും എല്ലാം കിട്ടുന്ന ഒട്ടനവധി കമ്പനികൾ ഇപ്പോൾ അവൈലബിൾ ആണ്. അവർ ഒട്ടനവധി മെറ്റീരിയൽ പല രീതിയിലും പല ആകൃതിയിലും അല്ലെങ്കിൽ പല നിറത്തിലുമുള്ള മെറ്റീരിയലുകൾ ഇപ്പോൾ മാർക്കറ്റിൽ അവതരിപ്പിക്കുന്നുണ്ട്.
സ്റ്റീൽ ഡോർസിന്റെ അല്ലെങ്കിൽ സ്റ്റീൽ ഫ്രെയിംസിന്റെ എല്ലാം ഏറ്റവും വലിയ ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ ഇത് നല്ല മെറ്റീരിയൽ ആണോ എന്നൊക്കെ നമുക്ക് നോക്കിയെടുക്കാനുള്ള സാധ്യത കുറച്ച് കുറവാണ്. കാരണം ഇത് ഫുൾ ഫിനിഷിംഗ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആയിട്ട് അല്ലെങ്കിൽ റെഡിമെയ്ഡ് പ്രൊഡക്റ്റ് ആയിട്ടാണ് നമ്മുടെ മുന്നിലോട്ട് വരുന്നത്. ഇത് ഹെവി വെയ്റ്റഡ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ്. അതിൽ തന്നെ സോഫ്റ്റ് ആയിട്ട് വരുന്ന ഭാഗത്ത് അല്ലെങ്കിൽ നമ്മളൊരു പഴയ വീടിന്റെ ഒക്കെ മുകളിലോട്ട് എക്സ്റ്റൻഷൻ വർക്കൊക്കെ എടുക്കുന്ന ഭാഗത്ത് ഇതൊക്കെ ഉപയോഗിക്കുമ്പോൾ അതിന്റെ വെയിറ്റും കൂടി കൂടുതലായിട്ട് വരാനുള്ള സാധ്യത ഉണ്ട്. പിന്നെ വിവിധ കമ്പനികളുണ്ടെന്ന് പറഞ്ഞല്ലോ. ഈ വുഡൻ സീസണിങ് കഴിഞ്ഞ വുഡ് എടുക്കുന്ന പോലെ തന്നെ നല്ല കമ്പനികളുടെ മെറ്റീരിയൽ എടുത്തിട്ടില്ലെങ്കിൽ തന്നെ ഇത് പെട്ടെന്ന് തുരുമ്പിച്ചു പോകാനും ഒക്കെ സാധ്യതകൾ ഏറെയാണ്. പിന്നെ വുഡ് പോലെ പെട്ടെന്ന് കൈകാര്യം ചെയ്യാൻ പറ്റിയ മെറ്റീരിയലുകളല്ല ഈ സ്റ്റീലിന്റെ മെറ്റീരിയലുകൾ. ഇതിനെന്തെങ്കിലും മറ്റു കുറ്റപ്പണികളൊക്കെ വേണ്ടി വന്നു കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. വുഡ് പോലെ നമുക്ക് എളുപ്പത്തിൽ അവൈലബിൾ ആയിട്ടുള്ള വർക്കേഴ്സ് ഒന്നും ഇല്ലാത്ത കാരണം ഇതിന്റെ അറ്റകുറ്റപ്പണികളൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, എന്തെങ്കിലും ഡാമേജസ് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ ഇത് കേടുകൂടാതെ നമ്മൾ നന്നായി മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ലെങ്കിൽ നന്നായി സൂക്ഷിക്കുകയൊക്കെ ആണെങ്കിൽ ഈ വുഡിന് കെയർ കൊടുക്കുന്നതിനേക്കാൾ ഒരു എക്സ്ട്രാ കെയർ ഒക്കെ ഇതിന് വേണ്ടി വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഇത് നമ്മുടെ വാളുമായിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ ചുമരുമായിട്ട് കൂടിച്ചേരുന്ന ഭാഗത്ത് നിങ്ങൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതാണ്. ഇത് സ്റ്റീൽ മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ ഇത് ജോയിൻ ചെയ്യുന്ന ഭാഗത്ത് ക്രാക്ക് വരാനൊക്കെ ഉള്ള സാധ്യതകൾ നമ്മൾ മുൻകൂട്ടി കാണണം. അപ്പോൾ അത് വാളും ഈ ഫ്രെയിംസും ജോയിൻ ചെയ്ത് വരുന്ന ഭാഗമൊക്കെ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം കൺസ്ട്രക്ഷൻ ടൈമിൽ. പിന്നെ ഈ സ്റ്റീൽ മെറ്റീരിയലിൽ വേറൊരു പ്രധാനപ്പെട്ട ഒരു പരാതികൾ എല്ലാവരും പറഞ്ഞു കേൾക്കുന്നുണ്ട്. അതിന്റെ സൗണ്ടാണ്. ഈ സ്റ്റീൽ മെറ്റീരിയൽ കൊണ്ടുണ്ടാക്കിയ ഫ്രെയിമുകളിലോ അല്ലെങ്കിൽ ഡോറുകളിലോ ജനലിലോ ഒക്കെ തട്ടുന്ന സമയത്ത് അല്ലെങ്കിൽ തട്ടുന്ന മുട്ടുന്ന ഒക്കെ ആയുള്ള സമയത്ത് നല്ല സൗണ്ട് ഉണ്ട്, ഭയങ്കര ഡിസ്റ്റർബിംഗ് ആയിട്ടുള്ള സൗണ്ട് ഉണ്ടാവുന്നുണ്ട്. ഇത് അടയ്ക്കുമ്പോഴും തുറക്കുമ്പോഴൊക്കെ ഒരു ഡിസ്റ്റർബിംഗ് ആയിട്ടുള്ള സൗണ്ട് ഉണ്ടാവുന്നു എന്നുള്ള പരാതി എല്ലാവരും പറയാറുണ്ട്. വുഡൻ ഡോറുകളെ അല്ലെങ്കിൽ വുഡൻ വിൻഡോസിലൊക്കെ അപേക്ഷിച്ചിട്ട് ആ സൗണ്ട് പൊതുവെ എല്ലാവരും അംഗീകരിക്കപ്പെടുന്ന ഒരു സൗണ്ടാണ്. നമ്മൾ ഡോർ തുറക്കുമ്പോഴും ഒക്കെ ഉണ്ടാകുന്ന സൗണ്ട് നമ്മുടെ എല്ലാം അംഗീകരിക്കപ്പെട്ട ഒരു സൗണ്ട് ആയതിനാൽ തന്നെ ആയിരിക്കും ഇത് ഡിസ്റ്റർബിംഗ് ആയിട്ട് തോന്നുന്നത്. ചില പരാതികളിലൊക്കെ അത് കടമുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒരു ഡിസ്റ്റർബിംഗ് ആയിട്ടുള്ള ഒരു സൗണ്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഈ മെറ്റീരിയലുകൾ, സ്റ്റീൽ മെറ്റീരിയൽ. വുഡ് ഫ്രെയിംസ് അല്ലെങ്കിൽ വുഡ് വിൻഡോസ് ഡോർസ് പോലെ തന്നെ നമ്മുടെ കാലാവസ്ഥയ്ക്കൊക്കെ അനുയോജ്യമായവയാണ് ഈ സ്റ്റീൽ ഫ്രെയിംസും ഡോർസും എല്ലാം. വുഡിനെ അപേക്ഷിച്ച് വെച്ച് നോക്കുമ്പോൾ സ്റ്റീൽ ഡോർസിന് അല്ലെങ്കിൽ സ്റ്റീൽ വിൻഡോസിനും ഫ്രെയിംസിനൊക്കെ ഒരു അല്പം വില കൂടുതലാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. നല്ല മെറ്റീരിയൽ ഉണ്ട്, ലോക്കൽ മെറ്റീരിയൽ ഒക്കെ അവൈലബിൾ ആയിട്ടുണ്ട്. നിങ്ങൾ അതൊക്കെ പർച്ചേസ് ചെയ്യുമ്പോൾ സൂക്ഷിച്ച് പർച്ചേസ് ചെയ്യണം. പിന്നെ വരുന്നത് UPVC ഉപയോഗിച്ചിട്ടുള്ള മെറ്റീരിയലാണ്. എൻ്റെ പുറകുവശത്ത് കാണുന്ന ഡോറൊക്കെ UPVC മെറ്റീരിയലാണ്. ഇത് നമ്മുടെ നാട്ടിൽ അധികം ഉപയോഗിച്ച് കാണാറില്ല. എന്തെന്ന് വെച്ചാൽ തന്നെ നമ്മുടെ ഡോർ വിൻഡോസ് ഒക്കെ വെക്കുമ്പോൾ തന്നെ ഒരു സേഫ്റ്റിയും കൂടി നമ്മൾ പരിഗണിക്കാറുണ്ട്. നമ്മുടെ വിൻഡോയുടെ ഒക്കെ പിന്നിൽ നമ്മൾ സേഫ്റ്റി ഗാർഡുകൾ ഫ്രെയിംസിലൊക്കെ ഘടിപ്പിക്കാറുണ്ട്. അപ്പോൾ ആ സേഫ്റ്റി സംബന്ധിച്ചുമായിട്ടും കുറച്ച് സേഫ്റ്റി കുറഞ്ഞ മെറ്റീരിയലാണ് UPVC. പിന്നെ ഇത് അപ്ലൈ ചെയ്യാനും കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇത് സ്കില്ലഡ് ലേബേഴ്സ്, ഇതിൽ പരിശീലനം നേടിയ ലേബേഴ്സ് തന്നെ വേണം ഇത് റിപ്പയർ ചെയ്യാനും അപ്ലൈ ചെയ്യാനൊക്കെ. അപ്പോൾ അങ്ങനെ കുറെ ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കും റെസിഡൻഷ്യൽ വീട്, കൊമേഴ്ഷ്യൽ വീട് ബിൽഡിങ്ങുകളിലൊക്കെ ഒരുപാട് കണ്ടുവരുന്നുണ്ട്. കൊമേഴ്ഷ്യൽ ബിൽഡിങ്ങുകൾക്ക് സൂട്ടബിൾ ആണ് താനും ഈ മെറ്റീരിയലുകൾ. റെസിഡൻഷ്യൽ വീടുകൾ നമ്മൾ അങ്ങനെ ഉപയോഗിച്ച് വരാറുന്നില്ല. പിന്നെ നമ്മുടെ കാലാവസ്ഥ, ചൂട് കൂടിയതും മഴ വരുന്നതും മഞ്ഞ് പെയ്യുന്നതൊക്കെ ആയ കാലാവസ്ഥയിലും ഇത് ഉപയോഗിക്കുന്ന കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നുണ്ട്. വെള്ളമൊക്കെ അകത്ത് കിടക്കാനും ഇത് ഗമ്മ് വെച്ചിട്ടൊക്കെയാണ് ഇത് ഫിക്സ് ചെയ്യുന്നതും ഒക്കെ. അപ്പോൾ അതിൻ്റെയൊക്കെ ബുദ്ധിമുട്ടുകൾ വരുന്നത് കാരണം തന്നെ ഇത് റെസിഡൻഷ്യൽ വീടുകൾക്ക് അധികം ഉപയോഗിച്ച് കാണാറില്ല. അപ്പോൾ ഇനി എന്തെങ്കിലും മെറ്റീരിയൽ ആഡ് ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് എന്തെങ്കിലും പുതിയ അറിവുകൾ ഇതിനോട് കൂട്ടിച്ചേർക്കാനുണ്ടെങ്കിൽ കമൻറ്റായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീണ്ടും കാണുന്നവരേക്ക് നമസ്കാരം.